പാസ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു എയർപോർട്ടിൻ്റെ റൺവേയുടെ അടിയിൽ കൂടെ ആയിട്ട്. ഈ ബ്രിഡ്ജല്ല, അടുത്ത ബ്രിഡ്ജില്ലേ, അത് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ റൺവേയുടെ ബ്രിഡ്ജാണത്. അതിൻ്റെ മേലെ കൂടെ ഫ്ലൈറ്റ് ഇത് ശരിക്കും ഇവിടുത്തെ റൺവേയുടെ മേലെ കൂടെ ഫ്ലൈറ്റ് പാസ് ചെയ്യണത്. റൺവേ ആണ് ശരിക്കും ഇത്, ഇവിടുത്തെ എയർപോർട്ടിൻ്റെ റൺവേ ആണിത്. പിന്നെ ഇതിൻ്റെ ബ്രിഡ്ജ് കയറി അപ്പം തന്നെ നമ്മൾ ലൈറ്റ് ഓൺ ആക്കുക. ലൈറ്റ് ഓൺ ആക്കിയില്ലെങ്കിൽ ചെറിയ സമയങ്ങളിൽ അവിടെ പോലീസ് ഉണ്ടാവും, നല്ല ഫൈനും കിട്ടും. കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ ലൈസൻസിൽ പോയിന്റും കയറും. ഇവിടെ ലൈസൻസ് പോയിന്റ് കയറി കഴിഞ്ഞാൽ ലൈസൻസ് കട്ടാവും. പിന്നെ നമ്മൾ ഒന്നിന്ന് തൊട്ട് തുടങ്ങണം ലൈസൻസ് എടുക്കാൻ. 12 പോയിന്റ് വരെയാണ് നമുക്ക് ഫസ്റ്റ് ലൈസൻസ് കിട്ടിയ 3 ഇയറിൻ്റെ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. 12 പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് കട്ടാവും. പിന്നെ നമ്മൾ ഒന്നിന്ന് എക്സാമൊക്കെ എഴുതി രണ്ടാമത് ലൈസൻസ് എടുക്കുന്ന മാതിരി ഉള്ള സെറ്റപ്പ് അവിടെ. അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ട് വേണം അവിടെ വണ്ടിയൊക്കെ ഓടിക്കാൻ. അതല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. നമ്മളിവിടെ ലൈസൻസ് എടുക്കാൻ കുറച്ച് പാടാണ്. ഇവിടുത്തെ ഒരു എക്സാമൊക്കെ ഉണ്ട്. ആ എക്സാം എഴുതി കിട്ടുക പറഞ്ഞാൽ നല്ല പാടാണ്. 10,900 ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊക്കെ ഇരുന്ന് പഠിച്ച് അതിൽ 30 ക്വസ്റ്റ്യന് നമ്മൾ 36 ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിൽ 30 ക്വസ്റ്റ്യന് നമ്മൾ കറക്റ്റ് ആൻസറൊക്കെ ചെയ്താലാണ് നമുക്ക് ലേണിങ് പാസ്സാവുള്ളൂ ഇവിടെ. ഈ ലേണിങ് പാസ്സായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുപോയി പേപ്പറൊക്കെ കൊടുത്ത് നമുക്ക് കുറച്ച് ക്ലാസ്സൊക്കെ തന്ന് ടെസ്റ്റ് ഉണ്ട്, റോഡ് ടെസ്റ്റ്. ഈ റോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10-45 മിനിറ്റ് വണ്ടി ഓടിപ്പിക്കും. എന്നിട്ടാണ് നമ്മൾ ലൈസൻസ് തരുള്ളവർ. അതിൽ 12 മിസ്റ്റേക്ക് വരെ നോർമൽ മിസ്റ്റേക്കുകൾ. ഒരു മേജർ മിസ്റ്റേക്ക് വന്നാൽ നമ്മളെ തോൽപ്പിക്കും. ഒരു മേജർ മിസ്റ്റേക്ക് പറഞ്ഞാൽ നമ്മൾ ഈ റൗണ്ട് ബോട്ടിലൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോപ്പ് സൈന് കണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ, പിന്നെ കറക്റ്റ് സ്പീഡിലെല്ലാം നമ്മൾ വണ്ടി ഓടിക്കണമെന്നില്ലെങ്കിൽ ഒക്കെ മേജർ മിസ്റ്റേക്കാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തോൽപ്പിച്ച് കളയവർ. ഞാനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഓരോരുത്തരാണെന്ന് ഇപ്പോൾ ടെസ്റ്റിന് നമ്മുടെ വണ്ടിയിൽ കയറിയായിരുന്നു. ഒരു പോലീസുകാരനെ ഇപ്പോൾ 2 ആൾ, ഒരാൾ നമ്മുടെ ഫ്രണ്ട് സീറ്റിലിരിക്കും, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ബാക്കിലിരിക്കും. ഈ 2 ആളേന് തൃപ്തിപ്പെടുത്തിയാലാണ് നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അത്രയും കറക്റ്റായിട്ട് വണ്ടി ഓടിക്കണം അവിടെ. അങ്ങനെയൊക്കെ സീനുണ്ട്.